കനോലി കനാൽ വികസനത്തിനായി പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചുവെങ്കിലും കഴിഞ്ഞ 10 വർഷത്തിനിടെ കനാലിനായി സർക്കാർ നടപ്പാക്കിയ പദ്ധതികളൊന്നും ഫലം കണ്ടില്ല. കനാൽ ശുദ്ധീകരണത്തിനായി 5.25 കോടി രൂപ ചെലവഴിച്ചുവെങ്കിലും കനാലിനെ മാലിന്യമുക്തമാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കനാലിലേക്ക് തുറന്ന ഓവുചാലുകൾ അടയ്ക്കാതെ കനാൽ ശുദ്ധീകരണം നടപ്പാക്കാനാവില്ലെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു. ടൂറിസം വകുപ്പിന്റെ സഹകരണത്തോടെ കനോലി കനാൽ ശുദ്ധീകരിച്ച് നഗരത്തിന് സൗന്ദര്യം കൂട്ടുമെന്നാണ് കോഴിക്കോട്ടെ ജനസമ്പർക്ക പരിപാടിയിൽ വെച്ച് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. എന്നാൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ കനാൽ വികസനത്തിനായി സർക്കാർ ചെലവഴിച്ച തുകയുടെ കണക്കാണിത്. 5.95 കോടി രൂപ ചെലവഴിച്ചതായി ഇറിഗേഷൻ വകുപ്പിൽ നിന്ന് ലഭിച്ച രേഖ വ്യക്തമാക്കുന്നു. നഗരത്തിലെ ഡ്രൈനേജുകൾ ഒട്ടുമിക്കവും അവസാനിക്കുന്നത് കനോലി കനാലിലാണ്. സ്വകാര്യ ആശുപത്രികളിലെ മാലിന്യ പൈപ്പുകളെല്ലാം തുറന്നിട്ടിരിക്കുന്നതും കനാലിലേക്കു തന്നെ. കോഴിക്കോട് നഗരത്തിനകത്ത് ഉൾപ്പെടെ വരുന്ന പ്രധാനപ്പെട്ട ഹോസ്പിറ്റൽ ഉൾപ്പെടെ മാലിന്യങ്ങൾ ഈ കനാലിലേക്ക് ഓവുചാല് വഴി കടത്തിവിട്ട് സമാപിക്കുന്നത് കനാലിലാണ്. ഇങ്ങനെ ഈ കനാലിലേക്ക് വരുന്ന അഴുക്കുചാലുകളുടെ കേന്ദ്രമായി ഈ കനാൽ മാറുന്നിടത്തോളം കാലം ഇതൊരിക്കലും ശുചീകരിക്കപ്പെടുന്ന സാഹചര്യമില്ല. കനാലിലേക്ക് മലിനജലം ഒഴുക്കുന്നത് തടയാതെ എങ്ങനെ ശുദ്ധീകരിക്കാനാകുമെന്നാണ് ഉയരുന്ന ചോദ്യം. ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനായില്ലെങ്കിൽ നേരത്തെ കനാലിൽ വെറുതെ ഒഴുക്കിയ കോടികളുടെ ഗതി തന്നെയായിരിക്കും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച പദ്ധതിക്കും. കെ എം ഷഹീദ്, റിപ്പോർട്ടർ, കോഴിക്കോട്.